മോർണിംഗ് തന്നെ നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ സമയം മഴ കണ്ട് അങ്ങനെ ഇരുന്നു. പിന്നെ വിശക്കൽ തുടങ്ങിയപ്പോൾ വേഗം അടുക്കളയിലേക്ക് ചെന്ന് ചപ്പാത്തിയും പയറുകറിയൊക്കെ ഉണ്ടാക്കി അതങ്ങനെ കഴിച്ചു. ഈ പറിച്ചുകൊണ്ടിരിക്കുന്ന വേറൊന്നിനുമല്ല, നമുക്ക് ഉച്ചയ്ക്ക് എന്തായാലും ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ്. അങ്ങനെ പാത്രം വെച്ചിട്ടുണ്ട്, സ്റ്റൗ ഓൺ ചെയ്ത് പാത്രം വെച്ചു. അതിലേക്കൊരു കുറച്ച് കടുകിട്ടു. വളരെ കുറച്ച് എണ്ണയിലേക്കാണ് ഞാൻ കടുകിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രൈ ചെയ്യുക നിങ്ങളും. ഒരുപാട് എണ്ണയൊന്നും ആരും യൂസ് ചെയ്യണ്ട, കുറച്ച് എണ്ണ മതിയാവും. അപ്പോൾ ആ കടുക് നന്നായി പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ ചെറിയുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് മതിയാവും. ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇവിടെ അതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഉള്ളിയൊക്കെ കടുകൊക്കെ നല്ല പൊട്ടിയതുകൊണ്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില നന്നായി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ പയർ മുറിച്ച് ഇട്ട് കൊടുക്കുക. പയർ ഞാൻ മുന്നേ തന്നെ മുറിച്ചൊക്കെ വെക്കും. എന്നിട്ട് ബോക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ്. നിങ്ങളും അതുപോലെ ചെയ്യുക, ഈസി ആവും. ഈ പറഞ്ഞതുപോലെ പയറൊക്കെ നേരത്തെ മുറിച്ച് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് ജോലികളൊക്കെ എളുപ്പത്തിലാവും. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിന് ഇട്ടാൽ മതി, അധികം ഇടണ്ട. അധികം ഇട്ടാൽ ഏറും, അതുകൊണ്ട് അത്ര മതി. പിന്നെ അതിലേക്ക് ഇനി മഞ്ഞളും കൂടി ഇട്ടാൽ, മഞ്ഞൾപ്പൊടി ഇടും, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. മഞ്ഞളിട്ടാൽ അതിൻ്റെ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മഞ്ഞളിടും. ഇനി അതിലേക്കൊരു നുള്ളു മഞ്ഞളിട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞളിട്ട് കൊടുത്തിട്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമല്ല, എന്നാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അടി പിടിക്കുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഇനി പയറിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചതച്ചിടണം. അപ്പോൾ തേങ്ങ കുറച്ച് ആവശ്യത്തിന് എടുക്കുക. ഇനി ഞാൻ നേരത്തെ പറിച്ച് വെച്ച മുളക്, കാന്താരി മുളക് 3 അതിന് നിങ്ങളെന്താ പറയണത് എനിക്കറിയില്ല, ഞങ്ങൾ കാന്താരി മുളക് എന്നാണ് പറയുക. അപ്പോൾ 3 കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ആ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആ തേങ്ങയിലോട്ട് 2 ഇല്ലി വെളുത്തുള്ളി കേട്ടോ. അത് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ 3 കാന്താരി മുളക് ഇട്ടിട്ട് നിങ്ങൾ കരുതും അപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് നല്ല എരിവില്ലേ. അപ്പോൾ അത് ശരിയാണ്, ഇത് ഇട്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കാറില്ല. അവർക്ക് തേങ്ങയൊന്നും ഇടാത്ത അങ്ങനെ കൊടുക്കും. അവരെരിവ് കഴിക്കാറില്ല. ഇത് ബാക്കി എല്ലാവർക്കും ഇവിടെ നല്ല എരിവ് വേണം, അതുകൊണ്ടാട്ടോ. വെന്ത പയറിലേക്ക് നമുക്ക് ചതച്ച തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അത് അടച്ചു വയ്ക്കാം. ഇനി നമുക്കത് തുറന്ന് നോക്കാം. നല്ല മണമുണ്ട്, നല്ല രസമുണ്ട് കാണാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ മീൻ പൊരിക്കാനിട്ട് കേട്ടോ. അത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്ത് നന്നായി മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ലഞ്ചിനുള്ള ചാറ് റെഡി ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.